മോർണിംഗ് പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും മാനവരാശി മൊത്തം ദൈവത്തിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ദൈവം, യേശുക്രിസ്തു അല്ലേ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ഈ ലോകത്തിലേക്ക് വരികയും നമ്മൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് ക്രോസ് ഓഫ് കാൽവരി പാപമായി തീർന്ന് പിന്നെ മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലഭാഗത്ത് നിൽക്കുന്നത്. അപ്പം അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ദൈവം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം നമ്മൾക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ലോകത്തിന്റെ അവസാനത്തോളം പോയിട്ട് ശിഷ്യന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്ന് അല്ലെ. അതാണ് ദൈവം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക്. അപ്പോൾ ചർച്ച നിറയ്ക്കുന്നവരായിരിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ശിഷ്യന്മാർ അല്ലെ, ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കിയെടുക്കുന്നവരായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കാര്യം എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരെ കൊണ്ട് പറ്റുന്നതല്ല ദൈവത്തിന്റെ വർക്ക് ചെയ്യാൻ. ദൈവത്തിന്റെ വർക്ക് ചെയ്യാനുള്ള കഴിവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം നമ്മളെ എംപവർ ചെയ്യുമ്പോൾ, പവർ നമുക്ക് തരുമ്പോൾ, നമുക്ക് അതോറിറ്റി തരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ പവറിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വഴി വർക്ക് ചെയ്യും, ആൾക്കാർ രക്ഷിക്കപ്പെടും. അല്ലാതെ നമ്മളുടെ മാനസികമായിട്ടുള്ള കഴിവ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ഫ്ലോപ്പ് ആയിരിക്കും, അത് തോറ്റു തുന്നം പാടുന്ന പരിപാടിയായിരിക്കും അല്ലെ. അപ്പൊ അത് അങ്ങനെയാകുമ്പോൾ ആളുകള് എന്താ പറയുക, ദൈവത്തിലായിരിക്കണം നിർബന്ധമില്ല. നമുക്ക് ഇപ്പോഴത്തെ ചർച്ചിൽ കുറെ ആൾക്കാരെ കൂട്ടാന്നല്ലാതെ ഡിസൈപ്പിൾസിനെയോ അല്ലെ ശിഷ്യന്മാരെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് വെച്ചാൽ സംസാരിക്കാം. കർത്താവേ, ഈ സമയത്തിനാണ് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കാനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം അങ്ങനെയാ. ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുള്ള ദൈവം, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ആഗ്രഹമുള്ള ദൈവം. താങ്ക് യു ജീസസ് മാസ്റ്റർ. മൈറ്റി ആർ യുവർ വേസ്. അങ്ങയുടെ സ്നേഹം സോ ഡീപ്പാണ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞങ്ങളോട് സംസാരിക്കണേ മാസ്റ്റർ. ഹല്ലേലൂയ. പാത്തേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. Thank you, Jesus. Abba Father, thank you, Master. Thank you, Abba Father. Thank you, Holy Spirit God. Thank you, Jesus, my King. I praise and worship you, Master, in Jesus' name. Amen. കൊരിന്ത്യർക്ക് ഇതിലെ 1 കൊരിന്ത്യരുടെ 2 ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്കുകളൊന്നും വായിക്കാം. 1 കൊരിന്ത്യന്റെ 2 ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, കൊരിന്ത്യൻ ചർച്ച സ്ഥാപിച്ചിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് പോൾ വഴി അല്ലെ. അപ്പൊ മഹാനായ ദൈവത്തിന്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ദാസൻ പോള് അല്ലെ. അപ്പൊ പോള് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ഫിൽ ചെയ്യപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്ന ലെറ്ററുകളെല്ലാം നമുക്കറിയാം, പോള് സ്വന്തമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല, എല്ലാം ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറഞ്ഞിട്ട് സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ വായിക്കുന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഞാനും സഹോദരന്മാരെ, 2 ചാപ്റ്റർ 1 തൊട്ട് 7 വരെ വായിക്കുക. ഞാനും സഹോദരന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി അത്രേ ആധാരമായിരിക്കേണ്ടത്. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അപ്പൊ ഇവിടെ പോള് ഇങ്ങനെ പറയുവാണ്. പോള് കൊരിന്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ സിനഗോഗിൽ പോയി സംസാരിക്കുന്നു അല്ലെ. അപ്പൊ സിനഗോഗിലുള്ളവർക്ക്, ജൂതന്മാർക്ക്, മിക്കവാറും ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പോള് ഫൈനലി പറഞ്ഞു, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജെന്റൈൽസ്, ജാതികളുടെ ഇടയിൽ സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 18 ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുമത്. അപ്പൊ ആ സമയത്ത് അക്വിലയും പ്രിസ്കിലയും ഒക്കെ ഉണ്ട് അല്ലെ. റോമിൽ നിന്ന് അവരെ ഓടിച്ചു വിട്ടതിനെ കൊണ്ട് അവര് ആ ടൈമില് കൊരിന്തിലുണ്ട്. അപ്പൊ പോൾ അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്നു.
ടെന്റ് മേക്കിംഗ് അല്ലെ, കൂടാരപ്പണി, കൂടാരം ചെയ്യുന്ന ഉണ്ടാക്കുന്ന പണി അതാണ് പോള് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ജെന്റൈൽസിനോട് സംസാരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ചർച്ച് ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ പോള് പറഞ്ഞിരിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോ ഞാൻ എന്റെ വാക്കിന്റെ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ എത്ര ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ വന്നത്. വചനത്തിന്റെ സാക്ഷ്യം എന്റെ വൈഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വൈഭവത്തെ പറ്റിയല്ല പറഞ്ഞ, മനുഷ്യന്റെ നമ്മൾ സംസാരിക്കുന്നതിന്റെ നമ്മളുടെ മനുഷ്യരുടേതായിട്ടുള്ള വചനത്തിന്റെ അല്ലെ, ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അല്ലെ, ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുന്നത് ഞാൻ മനുഷ്യരുടെ ബുദ്ധിക്ക് അനുസരിച്ചല്ല, മനുഷ്യരുടെ വൈഭവം അനുസരിച്ചല്ല ഞാൻ കാര്യത്തിലായിട്ട് വന്നെന്ന് പറയുന്നവിടെ, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനാ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിശ്ചയിച്ചു. അപ്പൊ നമുക്കറിയാം ഈ ഗ്രീസിലുള്ളവർക്കും ഗ്രീക്കുകാർക്കും ഒക്കെ അവർക്കപ്പോൾ ഫിലോസഫി വളരെയധികം താല്പര്യമാണ്. അപ്പൊ ആ ഒരു ഏരിയയിലുള്ളവർക്ക് എന്താ പറയുക, ഫിലോസഫി സംസാരിക്കും. ഇപ്പൊ ഏഥൻസിലൊക്കെ ഉള്ള ആൾക്കാര് നമുക്കറിയില്ല, പോൾ തന്നെ അവരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നവര് ഉള്ള കാര്യം ഏറോപ്പേഗസ് അല്ല, അപ്പൊ അവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ അജ്ഞാതനായ ദൈവത്തെ പറ്റി സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. 17ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വായിച്ചാണ്. അപ്പൊ ഇവർക്ക് പോൾ ഇങ്ങനെ പറയുക, ഞാൻ വന്നത് എന്താ പറയാ, മറ്റൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യം, മറ്റൊന്നും അറിയാൻ താല്പര്യമില്ല. യേശുക്രിസ്തുവിനെ അല്ലാതെ, ക്രൂശിക്കപ്പെട്ടവനെ യേശുക്രിസ്തുവിനെ പറ്റി അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല, എനിക്ക് കേൾക്കാനും താല്പര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിങ്ങളോട് വന്ന് ഫിലോസഫി എല്ലാം പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറെ വളവള വർത്താനം പറഞ്ഞ് വീട്ടിലെ കുറ്റവും നാട്ടുകാരുടെ കുറ്റവും അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് പറയാനുള്ളതും എനിക്ക് അറിയണം എന്നുള്ളത് കാര്യം എന്താന്ന് വെച്ചാൽ, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ല വേറെ ഒന്നും എനിക്ക് അറിയേണ്ടതില്ല, അതിനല്ലാതെ വേറൊന്നിനും ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞിരിക്കുക. 3ാമത്തെ വാക്ക് പറയാം, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ ശക്തി വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ ആയിരുന്നത് അല്ലെ. അപ്പൊ മനുഷ്യരുടെ ജ്ഞാനത്തിന്റെയും വാക്ചാതുര്യത്തിന്റെയും ഒക്കെ ഒരു പ്രകടനമല്ല. എന്താ പറയണേ, അങ്ങനെയല്ല ഞാൻ ചെയ്തത് അല്ലെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യ ഹൃദയങ്ങളെ മാറ്റുന്നതിന് വേണ്ടി, മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആളുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരാളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ള കാര്യം. ഒരു വ്യക്തി രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയട്ടെ, ഒരു വ്യക്തി അദ്ദേഹം രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. എന്നാ അതേ വ്യക്തി തന്നെ അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ മാറുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലോട്ടറി അടിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, അവരുടെ മക്കൾക്ക് ഹയർ സ്റ്റഡീസിന് അമേരിക്ക പോകാൻ പറ്റിയപ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു ഒന്നും ദൈവം ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഒരു വ്യക്തിയുടെ ആത്മാവ് രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് എഴുതി വെക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ നടക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ്, അത് ഏറ്റവും വലിയ അത്ഭുതം, അതൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞുള്ള അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത്രയൊക്കെയാണ് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന്റെ പ്രാധാന്യവും വിലയും, ഒരു വ്യക്തിന്റെ ആത്മാവിന്റെ വിലയെന്ന് ചുരുക്കത്തിൽ പറയുക. അപ്പൊ അങ്ങനെയാകുമ്പോ ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവർ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആ പവർ അവിടെ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ. അപ്പൊ അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പോൾ പറയുന്നത്, ഞാന് ക്രൂശിതനായ യേശുക്രിസ്തുവിനെ പറ്റി മാത്രമല്ലാതെ എനിക്ക് അറിയാൻ വേറെ ഒന്നും അറിയാൻ താല്പര്യമില്ല, എനിക്ക് അത് സംസാരിക്കാൻ വേറെ ഒന്നിനും എനിക്ക് താല്പര്യമില്ല അല്ലെ. അത് മാത്രം മതി, നിങ്ങളുടെ ഇടയിൽ എനിക്ക് അത് മാത്രമേ അറിഞ്ഞാൽ മതി, വേറൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണ്ണയിച്ചു. എനിക്ക് വേറെ നിങ്ങൾ പറയാൻ പോകുന്ന ഫിലോസഫി എനിക്ക് കേൾക്കേണ്ടതില്ല അല്ലെ, നാട്ടിലെ കുച്ചുവർത്തമാനം എനിക്ക് താല്പര്യമില്ല. പറയാനുള്ളത് ഇത്രമാത്രം, യേശുക്രിസ്തു, ക്രൂശിതനായ യേശുക്രിസ്തു. പിന്നെ 6-7 വാക്കിലേക്ക് പറഞ്ഞിരിക്കുക, പക്ഷേ
ഇനി ഇപ്പൊ സാൽവേഷന്റെ മെസ്സേജ് മാത്രം പറഞ്ഞു, യേശുക്രിസ്തു ക്രൂശിതനായ കാര്യത്തെപ്പറ്റി മാത്രം പറഞ്ഞെന്ന് പറയാം. 6-7 വാക്കിലേക്ക് പറയുക. പക്ഷെ നമ്മൾ തികഞ്ഞവരുടേത്, തികഞ്ഞവർ എന്നല്ല, തിക തികഞ്ഞവർ എന്ന മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നു. പക്ഷെ തികഞ്ഞവർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, എല്ലാം തികഞ്ഞവർ എന്ന് പറയുന്നില്ല. പക്ഷെ അതല്ല ഇംഗ്ലീഷ് ബൈബിൾ വരുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മച്ചുവർ ആയിരിക്കുന്നവർ, പക്വത പ്രാപിച്ചവർ, ദൈവത്തിൽ പക്വത പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾ അവരുടെ അടുത്തേക്ക് ചെല്ലും. എന്ന് വെച്ചാൽ ദൈവത്തില് യേശുക്രിസ്തുവിൽ വളർന്നു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെ, അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ സാൽവേഷൻ മെസ്സേജിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഞാൻ എന്താ പറയാ, ജ്ഞാനത്തോട് സംസാരിക്കുന്നു പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ പറയുക, ആ ജ്ഞാനം എന്ന് പറഞ്ഞത് ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ പറ്റിയല്ല പറയുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറിഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി നമ്മൾ പ്രസ്താവിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാടുണ്ട് മനസ്സിലാക്കാൻ, ഇനിയുണ്ട്. യേശുവാണ് ദൈവത്തിന്റെ എക്സ്പ്രസ് ഇമേജും ജ്ഞാനവും എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ, കൊരിന്ത്യർ 1-ാമത്തെ ചാപ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് യേശുവാണ് റിഡംഷൻ, യേശുവാണ് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം അല്ലെ, വിസ്ഡം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വിസ്ഡം, ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞ യേശു തന്നെയാണ്. അപ്പൊ യേശു എന്ന് പറയുമ്പോൾ സാൽവേഷൻ മെസ്സേജ് മാത്രമല്ല, നിങ്ങൾ രക്ഷിക്കപ്പെടണം എന്ന് മാത്രമല്ലല്ലോ, അത് മാത്രം അല്ലല്ലോ അല്ലെ, നിങ്ങൾ യേശുവിന്റെ രക്ഷകനെ സ്വീകരിക്കുകയാണ് നിങ്ങളെ ആത്മാവ് സ്വർഗത്തിൽ പോകും എന്ന് പറയുന്നത് മാത്രമല്ല ഉള്ളത്. ഡീപ്പായിട്ട് ഒരുപാടുണ്ടല്ലോ ദൈവത്തിൽ അല്ലെ, ഒരുപാട്. നമുക്ക് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിയുടെ ചെവി കേട്ടിട്ടില്ലാത്തത്രേ, കണ്ണ് കണ്ടിട്ടില്ലാത്തത്രേ, ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളാണ് അല്ലെ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. അപ്പൊ സംസാരിക്കണമല്ലോ. പോളിന് 3-ാമത്തെ സ്വർഗം വരെ പോയതാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ റെവലേഷൻസ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം എന്താ പറയണേ, മാംസം കഴിക്കാൻ അല്ലെ, മീറ്റ് കഴിക്കാൻ പ്രായമായിരിക്കുന്നവരോട് സംസാരിക്കും. അപ്പൊ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പോളിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും പാല് കുടിക്കുന്ന രീതിയിലിരിക്കും, നിങ്ങൾക്ക് ആ ഒരു വളർച്ച വന്നിട്ടുള്ളൂ അല്ലെ, കൊരിന്ത്യൻ ചർച്ച് വളർന്നിട്ടില്ല എന്നിങ്ങനെ പറയാം. പക്ഷെ അവർക്ക് ഒരുപാട് ഗിഫ്റ്റിങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം അല്ലെ. അത്രയ്ക്കധികം ഗിഫ്റ്റിംഗ് ഉണ്ടായിരുന്ന വേറെ ചർച്ച് വേറെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വളർന്നിട്ടില്ല, ദൈവത്തിൽ വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പാപങ്ങൾ ആ ചർച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, കൊരിന്തിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചത് എന്താ പറയാ, അദ്ദേഹം സംസാരിക്കാൻ താല്പര്യപ്പെട്ട് അദ്ദേഹം സംസാരിച്ച് യേശുക്രിസ്തു ക്രൂശിതനായതിനെ പറ്റി മാത്രമാണ്. അതുമല്ല വേറെ ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹത്തെ അറിയേണ്ടല്ലോ പറയേണ്ടല്ലോ പറഞ്ഞല്ലോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ നടന്നെന്താന്ന് വെച്ചാല് എന്താ പറയാ, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനമാണ്, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ് നടന്നത്. അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ നമ്മള് ക്രൂശിതനായ യേശുക്രിസ്തുവിനെ പറ്റി, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പറ്റി സംസാരിക്കുമ്പോൾ ആത്മാവ്, ഹോളി സ്പിരിറ്റ് ഗോഡ് തന്റെ ശക്തി കൊണ്ട് ആൾക്കാരുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്യുകയും അല്ലെ, അവരുടെ ജീവിതത്തിൽ പ്രവർത്തികൾ ചെയ്യുകയും അങ്ങനെ അവർക്ക് മാനസാന്തരം ഉണ്ടാവും, യേശുവിലേക്ക് വരികയും ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ഇനി പോള് പറഞ്ഞ പോലെ, പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, ഞാൻ എൻ്റെ വാക്ചാതുര്യം കൊണ്ടൊന്നുമല്ല ഞാൻ വചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, മനുഷ്യരുടെ ബുദ്ധി അനുസരിച്ചും വിജ്ഞാനം അനുസരിച്ചും ഒന്നുമല്ല. ഇനി ഒന്ന് വിചാരിച്ചു നോക്കിയേ, അങ്ങനെയും നടക്കാം എന്ന് ചുരുക്കം. എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യരുടെ വാക്ചാതുര്യം കൊണ്ടും മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചും ഉള്ള രീതിയിൽ ആൾക്കാരോട് പറഞ്ഞ് കാര്യങ്ങൾ കൊടുത്ത് എന്താ പറയുക, അതിനൊക്കെ ചാൻസ് ഉണ്ട് ചുരുക്കം. അപ്പൊ നമുക്കറിയാം, 2-ാമത്തെ തിമോത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അവസാന കാലം ആകുമ്പോഴേക്കും കാതിന് ഇമ്പമായിരിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾക്ക് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അല്ലെ. അപ്പൊ കാതിന് ഇമ്പമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാൻ താല്പര്യമുള്ളവരാണ് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ പറയാൻ താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനെ പറയുന്നവർക്ക് ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള പല കാര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും അല്ലെ. ചർച്ചുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കൂടും, പാസ്റ്റർമാർക്ക് ഇഷ്ടംപോലെ മണി കിട്ടും അല്ലെ, പ്രോഫറ്റുമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ അവർക്ക് വീഡിയോ കിട്ടും, അങ്ങനെ ഫണ്ടിങ് കിട്ടും, അങ്ങനെ പ്രശസ്തി കിട്ടും, അങ്ങനെ പല കാര്യങ്ങളും വരും. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവര് ഡിസൈപ്പിൾസിനെ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല അല്ലെ. അപ്പൊ ദൈവം ഉദ്ദേശിക്കുന്ന ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ദൈവത്തിന്റെ മക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവം താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിനു വേണ്ടി ഹോളി സ്പിരിറ്റ് ഗോഡ് വർക്ക് ചെയ്തേ സാധിക്കത്തുള്ളൂ
അല്ലെ? നമ്മള് ചിലരെങ്കിലും എല്ലാവരോടൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ചിലരെങ്കിലും ചർച്ചിലേക്കൊക്കെ വന്നത് സ്നാനപ്പെട്ടതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ ശരിയാവും, കുടുംബത്തിലെ കടങ്ങളൊക്കെ തീരും. അപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഞാനവിടെ ഇന്ന ചർച്ചിൽ പോയതിനു ശേഷം യേശുക്രിസ്തു രക്ഷ സ്വീകരിച്ച ശേഷം എനിക്ക് ഇത്രയധികം മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്റെ ജീവിതത്തില്. അപ്പൊ നിങ്ങളും അങ്ങനെ വരുവൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വരും. അപ്പൊ അതിനു വേണ്ടി അല്ലെ, പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടി കുറച്ച് എന്താ പറയാ ഫൈനാൻഷ്യലി ആയിട്ട് ബ്രേക്ക് ത്രൂ കിട്ടുന്നതിന് വേണ്ടി അല്ലെ, അങ്ങനെയൊക്കെ ഒരു കാര്യത്തിനായിട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ മെസ്സേജുകളാണ് നമ്മൾ പ്രീച്ച് ചെയ്യുന്നതെങ്കിൽ വരുന്ന ആൾക്കാർ നിൽക്കണമെന്നില്ല. അവരുടെ കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള വഴിക്ക് പോകും അല്ലെ. ദൈവത്തിന്റെ കൂടെ അവർ നിൽക്കണമെന്ന് താല്പര്യമില്ല. അപ്പൊ ഇവിടെ പോള് പറഞ്ഞിരിക്കുവോ, അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത് അല്ലെ. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിനെ പറ്റി മാത്രമാണ് അല്ലെ. അപ്പം പക്ഷെ ഇനി യേശുവിന്റെ ക്രൂശ് മരണത്തെയും അതിന്റെ സംബന്ധിച്ചിട്ടുള്ള കുറേയും കൂടെ മച്ചുവർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് മച്ചുവർ ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കും അല്ലെ. അപ്പൊ ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാൽവേഷനും എന്താ പറയുക റേസിംഗ് ഡെഡും തലയിൽ കൈവെക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാടുണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട് യേശുവിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മച്ചുവർ ആയിട്ടുള്ളവരുടെ അടുത്ത് വരുമ്പോൾ മച്ചുവർ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ലോകത്തിന്റെ അനുസരിച്ചുള്ള മെച്യൂരിറ്റി അല്ല, പക്ഷെ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ആ ജ്ഞാനത്തിന് തേജസ്സിന്റെ നമ്മുടെ തേജസ്സിനായി മുൻനിശ്ചയിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മർമ്മം പ്രസ്താവിക്കുന്നു അല്ലെ. അല്ലാതെ ഈ ലോകത്തിന് പ്രകാരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആൾക്കാർ ദൈവത്തിലായിരിക്കണം ബന്ധമില്ല. ആ വർക്ക് വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള വർക്കായിരിക്കും. അപ്പൊ പിന്നെ ഒരു കാര്യം ഇതിന്റെ ഈ വചനത്തിൽ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വർക്ക് ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ്. നമ്മളൊരു ബയോളജിക്കൽ മൈക്രോഫോൺ ആയിട്ട്, ദൈവത്തിന്റെ കയ്യിൽ ഒരു മൈക്രോഫോൺ ആയിട്ട്, ദൈവത്തിന് ഒരു കയ്യിലെ ഒരു ആയുധമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് ആണെന്ന് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടേണ്ടതെന്നുള്ള കാര്യം നിശ്ചയിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡാണ്. ചിലരോടെങ്കിലൊക്കെ നമ്മൾ ഗോസ്പിൽ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ആൻസർ കിട്ടാതിരിക്കുമ്പോൾ, ഒരു ആൻസർ നമ്മൾ കാണാതിരിക്കുമ്പോൾ അല്ലെ, ഉദാഹരണമായിട്ട് പറഞ്ഞ ആർക്കെങ്കിലും വേണ്ടി സൗഖ്യത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു, പക്ഷെ അവരെ സൗഖ്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഗോസ്പിൾ പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം ഗോസ്പിൾ പറഞ്ഞു, പക്ഷെ അതിന്റെ അവര് ട്രാൻസ്ഫോം ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കണ്ടില്ല എന്നുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ് അല്ലെ. നമ്മള് അസിസ്റ്റ് ചെയ്യല്ല, നമ്മള് ഒരു എന്താ പറയാ ഒരു വെപ്പണായിട്ട് ദൈവത്തിന് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി അല്ലെ. അവരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് ഏത് സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, യേശുക്രിസ്തുവിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ നമ്മള് ഗോസ്പിൾ പറയുമ്പോൾ ഗോസ്പിൾ മാത്രം പറഞ്ഞാൽ മതി, യേശുവിനെ പറ്റി മാത്രം പറഞ്ഞാൽ, അല്ലാതെ മനുഷ്യർക്ക് കേൾക്കാൻ താല്പര്യമുള്ള രീതിയിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള രീതി പോകരുത് അല്ലെ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യേശുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതത്തിൽപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവരെങ്ങനെ ഒഫൻഡഡ് ആയി പോയി കഴിഞ്ഞാൽ കാര്യം തീർന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വാട്ടർ ഡൗൺ ആയിട്ടുള്ള ഒരു ഡൈലൂട്ടഡ് ആയിട്ടുള്ള ഗോസ്പിൾ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെയൊന്നും പറയാൻ പോയത്, ക്രൂശിതനായ യേശുക്രിസ്തുവിനെ പറ്റി മാത്രം പറയുക. അവർക്ക് എത്രമാത്രം വിഷമമുണ്ടായെന്ന് പറഞ്ഞാലും, അവർക്ക് എത്രമാത്രം ഒഫൻഡഡ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകേണ്ട കാര്യമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, ഇന്ന് ഒഫൻഡഡ് ആകുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് അവരുടെ ആത്മാവ് നരകത്തിൽ പോവുകയാണെങ്കിൽ അല്ലെ. ഒന്ന് വിചാരിച്ചു നോക്കി, എന്നൊരു അവസ്ഥയായിരിക്കും എന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ ഇപ്പൊ ഇച്ചിരി നമ്മള് ഒഫൻഡഡ് ആയാലും അവര് ഒഫൻഡഡ് ആയാലും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നിത്യതയിൽ അവരും ഉണ്ടായിരിക്കണം അല്ലെ, ദൈവത്തിന്റെ ഒപ്പം അവരും ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും മനസ്സുള്ളവരായിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ വാട്ടർ ഡൗൺ അല്ലാത്ത ഗോസ്പിൾ സംസാരിക്കുക, വെള്ളം ചേർക്കാത്ത കലർപ്പില്ലാത്ത എന്താ പറയാ ദൈവത്തിന്റെ വചനം സംസാരിക്കുക അല്ലെ.
ദൈവത്തിന്റെ വചനം മാത്രമേ സംസാരിക്കുള്ളൂ. വേറൊരു രീതിയിലും ഒരാളോടും എന്താ പറയണേ, അത് കിട്ടും ഇത് കിട്ടും പ്രോസ്പെരിറ്റി ഉണ്ടാകും, അത് കാര്യമുണ്ട്, ഈ ഗൾഫിൽ പോകാം, അമേരിക്ക പോകാം, ജർമ്മനി പോകുന്നു പറയും. ഈ ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിനെ പറ്റി ഒന്നും പറയാൻ പോകരുത്. അതൊന്നും ചെയ്യാനായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഗ്ലോറി കിട്ടുന്ന രീതിയിൽ ഒരു കാര്യം പറയാൻ പോകരുത്, അല്ലെ? എല്ലാ ഗ്ലോറി എല്ലാ മഹത്വവും യേശുവിന് തന്നെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. ഹല്ലേലൂയ. ഫാദർ ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ, താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവെ, അങ്ങയുടെ നന്മയ്ക്കായിട്ട്, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തിനായിട്ട്, എന്നും കരുതുന്നതിനായിട്ട്, എന്നും കൂടെ ഉള്ളതിനായിട്ട്, അങ്ങയുടെ വചനത്തിനായിട്ട്, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നതിനായിട്ട്, ഞങ്ങളെ ശിഷ്യന്മാരാക്കിയതിനായിട്ട്, കർത്താവ് ലോർഡ് ഫാദർ അങ്ങയുടെ മക്കളാക്കിയതിനായിട്ട്, അങ്ങയെ കൊണ്ട് നിറച്ചതിനായിട്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് അങ്ങയുടെ കൂടാരമാക്കി തീർത്തതിന്, ടാബർനാക്കളാക്കി തീർത്തതിന് എല്ലാത്തിനായിട്ട് നന്ദി പറയുക പിതാവേ. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, ഞങ്ങളുടെ ചെവികളെ തുറന്നത് അങ്ങ് തന്നെ കർത്താവ് ലോർഡ് ഫാദർ, ഞങ്ങളുടെ മിടുക്ക് കൊണ്ടൊന്നും അല്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. ഓ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറഞ്ഞു എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ ഗോഡ്. യേശുവിന്റെ നാമത്തിനാമേ അങ്ങയുടെ വചനം അനുസരിച്ച് ഞങ്ങൾ കൂടുന്നത് കേട്ടെ. യേശുവിന്റെ നാമത്തിനാമേ. ഇന്ന് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.